ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, നമ്മളിവിടെ ഒരു ഫോട്ടോഷൂട്ടിലാണ്. വേറെ ആരുടെ അല്ല, നമ്മുടെ സ്വന്തം അനിക്കുട്ടിയുടെ ബൊട്ടീക്കിൻ്റെ ഫോട്ടോഷൂട്ടാണ്. ബൊട്ടീക്ക് എന്ന് പറയുമ്പോൾ നമ്മളുടെ പവിലയുടെ പവില ആൻഡ് ആഭരണം ഒരു സെക്കൻഡ് സംഭവം കൂടിയുണ്ട്. അത് ഓർണമെൻറ്റ്സിൻ്റെ ഒരു കളക്ഷൻ, അതിൻ്റെയും കൂടി സെയിലുണ്ട്. അപ്പോൾ ആഭരണം എന്നാണ് അതിൻ്റെ ഒരു പേര്. അപ്പോൾ അതിൻ്റെ വെബ്സൈറ്റിന് വേണ്ടിയിട്ടുള്ള ഫോട്ടോഷൂട്ടാണ്. വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്യണം. വെബ്സൈറ്റിൻ്റെ ഇനോഗ്രേഷനൊക്കെ ഇനി വരും, അതിൻ്റെ ലോഞ്ച്. അപ്പോൾ ഇപ്പോൾ എല്ലാവരും ഉണ്ട്. ആനക്കുട്ടിയുണ്ട്, നമ്മുടെ മോള് കുട്ടിയുണ്ട്, എല്ലാം സപ്പോർട്ടാണല്ലോ. മോൾ എപ്പോഴും ഉണ്ട്. പിന്നെ അതേ സജിത നമ്മുടെ യൂട്യൂബ് ഫാമിലി മെമ്പറും കൂടിയാണ്. അയ്യോ, വലിയ സ്നേഹമുള്ള ഒരാളാണ്. പൊങ്കാല വ്ളോഗ് കണ്ടവർക്ക് സജിത ഓർമ്മ കാണും. അന്ന് സജിത അവിടെ പൊങ്കാലയ്ക്ക് വന്നിരുന്നു. പിന്നെ സജിതയുടെയാണ് ഈ ബ്ലൗസിൻ്റെയൊക്കെ സ്റ്റിച്ചിങ്ങും എല്ലാം. അപ്പം സജിത ഇപ്പോൾ പവില സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പവിലെ സ്റ്റിച്ചിങ് അങ്ങനത്തെ കാര്യത്തിലൊക്കെ. അപ്പോൾ സ്ഥലത്താളുണ്ട്. പിന്നെ ഐശ്വര്യ കമോൺ, ഐശ്വര്യ പിന്നെ അവളാണ് അനുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൽ ഒരാളാണ്. ഓക്കെ, ഐശ്വര്യ ഉണ്ട്. പിന്നെ ഇങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ നമ്മുടെ ചുറ്റും. പിന്നെ ഫോട്ടോഗ്രാഫേഴ്സ്. അങ്ങനെ ഇതിപ്പോൾ ഒരു നല്ല ഒരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. ഒരു തറവാട് വീടാണ്. ഇതൊരു ഹോം സ്റ്റേ ആണ്. അപ്പോൾ ഇതിൻ്റെ കൺസേൺ ആൾക്കാരെ ഞാൻ കാണിച്ചു തരാം. ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ഫോട്ടോഷൂട്ടിനും നല്ലതാണ്. പിന്നെ ഹോം സ്റ്റേ ആണ് ഇവിടെ മെയിനായിട്ട് അല്ലേ. ഇത് സ്ഥലം എന്ന് പറഞ്ഞാൽ എക്സാക്റ്റ് വിഴിഞ്ഞം ചപ്പാത്ത് മരപ്പാലം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇതൊരു ഭയങ്കര ഭംഗിയുള്ളൊരു തറവാട് വീടാണ്. മോഡിഫൈഡ് തറവാട് വീടാണ്. 200 വർഷം പഴക്കമുള്ള ഭയങ്കര ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്ന ഒരു വീട്. അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ ഇതിൻ്റെ മനോഹരമായ സ്ഥലങ്ങളിലൊക്കെ നിന്നായിരിക്കും ഇനി ഫോട്ടോഷൂട്ട് വരാൻ പോകുന്നത്. ഇനി വേറെ ദിവസം ഇവിടെ ഒന്ന് സ്റ്റേ ചെയ്യാനും പ്ലാനുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഓണറിൻ്റെ അമ്മയും കുഞ്ഞമ്മമാരും എല്ലാം ഇവിടെയുണ്ട്. ഓണർ ഖത്തറിലാണെന്നല്ലേ പറഞ്ഞത്? ഖത്തറിലാണ്. ഓക്കെ. അപ്പോൾ ബാക്കി ആൾക്കാരെ പരിചയപ്പെടുത്താം. പിന്നെ നമ്മുടെ സതീഷ് കോവളം ടൂറിസത്തിൻ്റെ എല്ലാമായ അദ്ദേഹം ഇവിടെ ഉണ്ട് കൂടെ. ഫോട്ടോഗ്രാഫർ വിവേകാണ്. അപ്പോൾ കുഞ്ഞമ്മമാരെ മാത്രമേ ഞാൻ പരിചയപ്പെടുത്തിയുള്ളൂ. സോറി കേട്ടോ. ഇത് അമ്മാവനാണ്, ഓണറിൻ്റെ അമ്മാവൻ. ഇത് അമ്മ അല്ലേ, ദിസ് ഇസ് അമ്മ. അമ്മയുടെ ഹസ്ബൻഡിൻ്റെ തറവാട് വീടാണ്. അതായത് ഈ ഓണറിൻ്റെ പേര് മോളുടെ പേരെന്തായിരുന്നു? സ്മിത. സ്മിതയുടെ അമ്മയാണ്. ഓക്കെ. പിന്നെ ഇത് കുഞ്ഞമ്മയുടെ പേര് പറഞ്ഞില്ലല്ലോ, സുധ എന്നാണ് രണ്ടാമത്തെ ആൾ. ചന്ദ്രിക. അങ്ങനെ 3 സിസ്റ്റേഴ്സാണ്. ഇവർ 3 സിസ്റ്റേഴ്സാണ്. സതീഷ് ഇങ്ങനെ എല്ലാം ആസ്വദിച്ചിങ്ങനെ ഇരിക്കുകയാണ്. സതീഷിനെ എല്ലാവർക്കും ഇപ്പോൾ അറിയാം. വിവേക് തയ്യാറെടുക്കുന്നു. വിവേകിൻ്റെ അനിയൻ കൂടെ ഉണ്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട്. ഓക്കെ. ഇത് നോക്കിയേ, നടുമുറ്റം പോലെ. ഇതിന് നമ്മൾ 4 കെട്ട് ആ പാറ്റേൺ തന്നെയാണ്. എന്ത് ഭംഗിയായിരിക്കണമെന്ന് അറിയാമോ? അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീണ്ടും കാണിച്ചു തരാം. മഴയുടെ ഒരു അന്തരീക്ഷവും കൂടി ഉള്ളതുകൊണ്ട് കുറച്ചുകൂടി മനോഹരമാണ് കാര്യങ്ങൾ. അത് ഇതിൻ്റെ റിയൽ എൻട്രൻസ് എന്ന് പറയുന്നത് തന്നെ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണത്. പൂമുഖം തല കുരിച്ചേ നടക്കാൻ പറ്റുള്ളൂ. കാര്യം പഴയ കെട്ടുകളെല്ലാം അങ്ങനെയാണ്. തല പൊക്കി നമുക്ക് നടക്കാറില്ല. ലോ ആയിട്ടായിരിക്കും, ലോ റൂഫാണ്. ഇതാണ് പൂമുഖം. ഇവിടെ നിന്നാണ് കയറുന്നത്. ഇത് സ്റ്റോറേജ് ആണ് അല്ലേ? അകത്തോട്ട് പണ്ടത്തെ സ്റ്റോറേജ്, പഴയ സ്പൈസസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇട്ട് വയ്ക്കുന്നത് അല്ലേ. പത്തായത്തിൻ്റെ മോഡലാണ്. പക്ഷേ ഇപ്പോൾ അതൊരു ഈ സിറ്റിംഗ് പ്ലേസ് പോലെ നമുക്ക് കയറുമ്പോൾ തന്നെ പൂമുഖത്ത് അതിങ്ങനെ പഴയ തടിയാണ് കംപ്ലീറ്റ്. 4 കെട്ടെന്നാണ് ഇപ്പോൾ പേര് തന്നെ. ഇതാണല്ലേ കൊത്തുപണികൾ. എൻ്റെ അമ്മ, ഇത് പണ്ടത്തെ ഇത് തന്നെ. ഇത്രയും നല്ല കൊത്തുപണിയും പൂട്ടൊക്കെ അന്നത്തെ രീതിയിലായിരിക്കും അല്ലേ, പഴയതുപോലെ. ഇങ്ങനെ തുറക്കുന്നതാണ് വീട്. എല്ലാവരും ഉണ്ട് ഇവിടെ തന്നെ. പോണ്ട ഓടണ്ട. അത് മെയിൻറ്റെയിൻ ചെയ്യാണ് അല്ലേ. ആ തടി അതെല്ലാം അങ്ങനെ തന്നെ, ഒന്നും തൊട്ടിട്ടില്ല. എല്ലാം ഇത് അതേപോലെ. പിന്നെ കുറച്ചുകൂടി ഒന്ന് പരിഷ്കരിച്ചിട്ടുണ്ട്, അത്രേ ഉള്ളൂ. നന്നായിട്ട് റിനോവേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ വേറൊന്നും ആ ഭാഗത്തും ഉണ്ട് അല്ലേ. ഇരിക്കാനായിട്ട് അതും ഇങ്ങനെ സ്റ്റോറേജ് ആയിരുന്നായിരിക്കും അല്ലേ. അത് ഇരിക്കുന്ന സീറ്റിംഗ് ആയിട്ട് മാറി. തൂക്കുകട്ടിൽ, തൂക്കുമഞ്ചം, നാടിപ്പൊളി. ഇവിടെ നിന്ന് എങ്ങോട്ടെന്ന് വെച്ചാൽ നല്ല ഭംഗി തന്നെയാണ്. എന്ത് രസമായിരിക്കും. ഇവിടുത്തെ പഴയ സെല്ലാറാണ്. തേങ്ങയൊക്കെ സൂക്ഷിക്കുന്ന സ്ഥലം. എല്ലാ ധാന്യങ്ങളും മനസ്സിലായി. അത് കൊള്ളാം. എന്നെ ഭയങ്കര ഇഷ്ടമുള്ളവരാണ്. നമ്മുടെ സബ്സ്ക്രൈബർ ഫാമിലിയാണ്, നമ്മുടെ യൂട്യൂബ് ഫാമിലി മെമ്പേഴ്സാണ് എല്ലാവരും. ഇവരൊക്കെയാണ് അതുകൊണ്ടാണ് എല്ലാവരും ഇന്ന് വന്നത്. ഭയങ്കര ഭാഗ്യമാണ്. അയ്യോ, വന്നതിൽ ഒരുപാട് സന്തോഷം തോന്നി. ഇവരെല്ലാം കാണാൻ പറ്റി. അപ്പോൾ രാവിലെ തന്നെ അവർ വന്നു. എനിക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ അടുത്ത് തന്നെയാണ് എല്ലാവരും ആവശ്യമാണ്. അപ്പോൾ ഹോം സ്റ്റേക്ക് വേണമെന്നുള്ളവർ ഞാൻ
ഡിസ്ക്രിപ്ഷനിൽ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തേക്കാം, ഫോൺ നമ്പറും ഒക്കെ. അപ്പോൾ ആർക്കെങ്കിലും എൻക്വയറിക്ക് വേണമെങ്കിൽ വിളിക്കുമല്ലോ, അത് കുഴപ്പമില്ല. ആക്ച്വലി നമ്മുടെ സർജറി കഴിഞ്ഞിട്ടുള്ള എൻ്റെ ആദ്യത്തെ ഔട്ടിങ്ങും എല്ലാം പുറത്തിറങ്ങുന്നത് ഫസ്റ്റ് ടൈം തറവാട്ടിലൊക്കെ തുടങ്ങുകയാണ് നമ്മൾ. ഐശ്വര്യാണ് സപ്പോർട്ട് ചെയ്തോണ്ട്. ഇത് ആമ്പൽ കുളമാണ്, ആമ്പൽ മഴത്തുള്ളികൾ ഇങ്ങനെ ആമ്പൽ കുളത്തിലോട്ട് വീഴുന്നത് നല്ല ബ്യൂട്ടിഫുൾ സീനല്ലേ. അതിൻ്റെ ഒരു ഇത് കിട്ടിയാൽ മതി. ഫോട്ടോഷൂട്ട് നടന്നാണ് നമ്മൾ ഈ നടുക്കളത്തിൻ്റെ ഇവിടെ നിൽക്കുന്നത്. ചെറുതായിട്ട് മഴ ഡ്രസ് ചെയ്യുക, എന്തൊരു മൂടാണെന്നറിയോ, രക്ഷയില്ലാത്തൊരു ആംബിയൻസ്. ചെറിയ ചാറ്റൽ മഴി, ആമ്പൽ കുളത്തിൽ തലയിലൊക്കെ വെള്ളം വീണോ. ഓക്കെ, ഫാസ്റ്റ് ആക്കുക. മഴക്കുള്ളിൽ വീണു. ഇപ്പോൾ നമ്മുടെ ലഞ്ച് ടൈം, ലഞ്ച് ബ്രേക്ക്. നമുക്ക് വേണ്ടി ഇവിടെ നല്ലൊരു ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട്. ഇത് നമ്മുടെ നിയറസ്റ്റ് ഏറ്റവും ഫേമസ് കട്ടച്ചക്കുഴിയിലെ കാന്താരി ചിക്കൻ, ചിക്കൻ പരട്ട്, ചിക്കൻ തോരൻ, കപ്പ എല്ലാം ഉണ്ട്. പുട്ടും ഉണ്ട്, ചോറും ഉണ്ട്, എല്ലാം ഉണ്ട്. അടുത്ത ഡ്രസ് ചേഞ്ച് ചെയ്തു. ഇനി സെക്കൻഡ്സ് ഇതിൽ നിന്നുള്ള കുറേ ഫോട്ടോഗ്രാഫ്സ്. ഇതും കുറേ ഫോട്ടോസ് എടുക്കുന്നത്. ഇതെല്ലാം പവിലയുടെ സാരി കളക്ഷനാണ്. ഇതെല്ലാം നമ്മൾ ഹനുവിൻ്റെ വെബ്സൈറ്റിൽ പോയാൽ കാണാൻ സാധിക്കും, പവിലാസ് വെബ്സൈറ്റ്. മാല അതുപോലെ ആഭരൺ എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോയാൽ ഈ മാലയുടെ ഡീറ്റെയിൽസ് കിട്ടും. നല്ല വെളിച്ചത്തിൽ നോക്കുമ്പോഴാണ് കാണാൻ സാധിക്കും. നല്ലൊരു മഴ പെയ്ത് കഴിഞ്ഞു, മാനം തെളിഞ്ഞു. ഇനി ക്യാമറാമാൻ ഇൻ ആക്ഷൻ തുടങ്ങാൻ പോകണം. എല്ലാവരും ഇവിടെ തന്നെയുണ്ട്. ഓക്കെ, ഹൗസ് ഓണറിൻ്റെ അമ്മ, 2 കുഞ്ഞമ്മമാർ, അമ്മാവൻ എല്ലാവരും ഉണ്ട് ഇവിടെ. ഫുഡെല്ലാം കഴിഞ്ഞിട്ട് ഡ്രസ്സ് ഞങ്ങൾ അടുത്ത സാരിയിലേക്ക് മാറി. സാരി ഓക്കെ, ടിഷ്യൂ അത് തന്നെ, ടിഷ്യൂ സാരി, വേറെ ലുക്കായി. അയ്യോ, അതാണ് ഇനി അടുത്ത ഷൂട്ട് ഇതിലാണ്. ലൊക്കേഷൻ സ്റ്റഡി എവിടെ നിൽക്കാം? ഓക്കെ, പുറത്തല്ലേ? ഓക്കെ, ഇനി ഇതിവിടെ ചെയ്യാം. നമുക്കൊരു സ്വപ്നം പോലെ തോന്നുന്നു കേട്ടോ. അത്രയും വലിയ ഫാൻസ് ആണ് നമ്മുടെ പൊട്ടോണിൽ. എങ്ങനെ എടുത്താലും നന്നായിരിക്കും. ഒരുപാട് സ്ക്രാച്ച്. സെക്കൻഡ് ഷൂട്ട് പുരോഗമിക്കുന്നു. ഇത് ഇങ്ങനെ ഔട്ട്ഡോർ, കുറച്ച് സെമി, ആ മെയിൻ വാതിലിന്റെ വെളിയിൽ വന്നിരിക്കുക. ഭയങ്കര ആംബിയൻസ് അല്ലേ, അടിപൊളി.
പ്രത്യേകിച്ച് മഴക്കാലം കൂടെ ആയതുകൊണ്ട് കുറച്ച് റബ്ബറും എല്ലാം ആണ്. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ചുറ്റും പച്ചപ്പ് ഫുൾ ഗ്രീനറി കേട്ടോ. നമ്മുടെ ഈ നാലുകെട്ടിന്റെ വെളിയിൽ നോക്കുമ്പോഴും അകത്ത് ചെന്നാലും പച്ചപ്പാണ്, നടുമുറ്റവും ഒക്കെ രസമാണ്. സരസ്വതി മോൾക്ക് ഡ്രസ്സിങ് ഇഷ്ടം. നല്ലതായിട്ട് ഡ്രസ് ചെയ്യുന്നത് അല്ലമ്മ. അതെന്ത് ചമ്പാ ചെപ്പാ അമ്മമ്മയുടെ മോള് സുന്ദരി മോള് സരസ്വതി എങ്ങനെ പാട്ട് പാടുന്ന പാട്ട് പാടുന്നേ എങ്ങനെ ചിരിക്കുന്ന മോൾ. നല്ല ബ്ലൗസ്. അപ്പൊ അതിന്റെ ഈ മുടി അങ്ങ് ബാക്കിലോട്ടാക്കണം. അപ്പൊ ആ മാല മോളെ ഇങ്ങനെ. യെസ്, മൂന്നാമത്തെ ഡ്രസ് ചേഞ്ച് കഴിഞ്ഞു. അനു ബിഹൈൻഡ് ദ സീനിലാണ് കൂടുതൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബാക്കി എല്ലാവരും റെഡി, കുഞ്ഞുണ്ട്, ഓക്കെ എല്ലാവരും ഉണ്ട്. ഓക്കെ, ഇതിൽ ഒരു ഹാരം മാല, മഹാലക്ഷ്മി പെൻഡൻ്റ്, മഹാലക്ഷ്മി പെൻഡൻ്റ്. ഹാരം എന്നല്ലേ ഇത് പറയുന്നത്, ഈ ഒരു പാറ്റേൺ വന്ന ഹാരം എന്നാണ്. കെം സ്റ്റോൺസും മഹാലക്ഷ്മി ഡീറ്റെയിലിങ്ങും എല്ലാം ആയിട്ട് ഗംഭീരമായ ഒരു മാലയാണ്. അതിൻ്റെ കൂടെയുള്ള ജുംഖാസ്, പിന്നെ സാരി നാരായൺപേറ്റ് ബ്ലാക്ക്, ഇതൊക്കെയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇത് ഈ സാരിയുടെ ഷൂട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫർദർ ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മുടെ വെബ്സൈറ്റ്, അതായത് പവിലയുടെ വെബ്സൈറ്റിൽ കയറിയാൽ കാണാൻ സാധിക്കും. ഈ ആഭരണത്തിൻ്റെ ആണെങ്കിൽ ആഭരൺ എന്ന് പറയുന്ന വെബ്സൈറ്റിലും പവിലയുടെ വെബ്സൈറ്റിൽ സാരി ഡീറ്റെയിൽസ് എല്ലാം. ഇതെല്ലാം അനുകുട്ടിയുടെ സ്വന്തം വെബ്സൈറ്റും എന്താണ് മുതലാളി, അത് തന്നെ. ഈ ഒരു സാരിയുടെയും ആഭരണത്തിൻ്റെ ഒക്കെ മുതലാളിയാണ് ഞാൻ. വെറും ഇത് കൊച്ചു മുതലാളി, ഞാൻ വെറും ഒരു മോഡലായിട്ട് നിൽക്കുവാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഷൂട്ട് തുടങ്ങാൻ പോകുന്നു. ഓക്കെ, നമ്മളെന്തായാലും ഇച്ചിരി നേരം ഫാസ്റ്റ് ആക്കുകയാണ്, കാര്യം കുഞ്ഞിന് കുറച്ച് ടൈമായില്ലേ, അവനെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല. കമ്മൽ കിട്ടണം, അത് രണ്ടാമത്. കമ്മൽ മാലയും കൂടെ വൈകുന്നേരത്തെ അടുത്തുള്ളൊരു പ്രൊഫൈല് നല്ല ഭംഗിയുണ്ട്. സാരി ഇതിൻ്റെ എല്ലാ കളേഴ്സും ഉണ്ട്. ഈ നാരായൺപേട്ടിൻ്റെ പല പല കളേഴ്സ് എല്ലാ വെബ്സൈറ്റിലും ഉണ്ടാവും. ഒരേ പ്രൊമോഷൻ പക്ഷെ നല്ല സാധനമാണ് കേട്ടോ, നല്ലതാണ്, നല്ല പ്രോഡക്റ്റാണ്, നോക്കിയിട്ട് വാങ്ങിക്കാം. അതിമനോഹരമായ ഈ തറവാട് വീടിൻ്റെ അകത്തും പുറത്തുമായി വ്യത്യസ്തമായ പല പല പോസുകളിലുള്ള ഫോട്ടോസ് എടുക്കലായിരുന്നു മെയിനായിട്ട് ഈ ഫോട്ടോഷൂട്ട് കൊണ്ട് ഉദ്ദേശിച്ചത്. ഇതെല്ലാം അനുക്കുട്ടിയുടെ വെബ്സൈറ്റിന് വേണ്ടിയിട്ടാണ്. ഡിഫറെൻറ്റ് കോസ്റ്റ്യൂംസ് വെച്ചിട്ട് ഭയങ്കര രസമുള്ളൊരു ദിവസമായിരുന്നു. ചെറിയൊരു മഴയൊക്കെ ഉള്ള ദിവസമായതുകൊണ്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മാറി ഈ ഒരു ഫോട്ടോഷൂട്ട്. ഈ ബ്യൂട്ടിഫുൾ ഹൗസ് സത്യം പറഞ്ഞാൽ ഒരു ഹോം സ്റ്റേ ആണ്. ഒരു പഴയ തറവാടിനെ റിനോവേറ്റ് ചെയ്തെടുത്തതാണ്. ഇത് റെൻറ്റിന് കൊടുക്കും, ഫോട്ടോഷൂട്ടിനും കൊടുക്കും, ഹോം സ്റ്റേക്കെല്ലാം റെൻറ്റിന് കൊടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻഡ് കമൻ്റായിട്ടും ഇടാം. ഓക്കെ, എല്ലാവരും ഉണ്ട്. വിവേക് കോവളം ഫോട്ടോഗ്രാഫർ, അദ്ദേഹം വളരെ ഫേമസ് ആണ്. കിടിലം ഫോട്ടോസ് ആൻഡ് വീഡിയോസ് എടുക്കുന്ന ആളാണ്. സഹായിയായിട്ട് അനിയൻ, അദ്ദേഹത്തിൻ്റെ അനിയൻ, കസിൻ ബ്രദർ അല്ലേ. ഓക്കെ, പിന്നെ ഐശ്വര്യ ഓൾ ഇൻ ഓൾ ആയിട്ടുണ്ട്. പിന്നെ അവിടെ കുഞ്ഞിനെ എൻ്റർടൈൻ ചെയ്തുകൊണ്ടിരിക്കും. അതിൻ്റെ കുട്ടിയെല്ലാം ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുന്നു. എല്ലാവരും കണ്ടു മോൾക്ക് ഇഷ്ടമായി സ്വിങ്. ഉച്ചയ്ക്ക് ചോറ് കഴിച്ചില്ല, പക്ഷേ വിവേകിൻ്റെ അസിസ്റ്റൻ്റ് അനിയനും കൂടി പുട്ടും ചിക്കനും കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ, ഫുഡ് ബേബി എല്ലാമായിട്ട് ഭയങ്കരമായിട്ട് കോപ്പറേറ്റ് ചെയ്തു, പാവം. വേണ്ട ഒന്നും വേണ്ട. അപ്പോൾ എല്ലാവരോടും ഒരു താങ്ക് യു പറയട്ടെ. എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ്. രാവിലെ തൊട്ട് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. ചേച്ചിയും കൂടെ വരട്ടെ. ഓക്കെ, എല്ലാവരും ഇത് ത്രിമൂർത്തികളാണ്, 3 സിസ്റ്റേഴ്സ്. ഓക്കെ,
അപ്പോൾ ഇവരോടൊപ്പം ചേച്ചിയും എല്ലാവരും. ഈ ചേച്ചിയുടെ മോളുടെയാണ് ഈ ഒരു വീട്. ഇത് 2 സിസ്റ്റേഴ്സ്, ഇവരെല്ലാം അടുത്തടുത്ത് എല്ലാവരും ഉണ്ട്. ഭയങ്കര സന്തോഷം എല്ലാവർക്കും. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച് കേട്ടോ. വളരെ സൈനി വരാം. ഓക്കെ, ശരി, താങ്ക് യു. എൻ്റെ സർജറി കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ വർക്കാണ് ഫോട്ടോഷൂട്ടും. എന്താ പറയുക, നമ്മളൊരു വ്ളോഗ് ചെയ്യുകയാണ്, ഷൂട്ടും. ഓക്കെ, ഒഫീഷ്യലി ഒരു വർക്കാണ് അനുകുട്ടിക്ക് വേണ്ടി ചെയ്യുന്നത്, പവിലയ്ക്ക് വേണ്ടി, ആഭരണത്തിന് വേണ്ടി, വെബ്സൈറ്റ് വർക്ക്. പക്ഷേ എൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ വർക്ക് അങ്ങനെ നമ്മൾ തുടങ്ങുന്നു. ഓക്കെ, എന്ന് പറയാം. അതാണ് ഈ വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ ഈ വിശേഷങ്ങൾ ഇവിടെ കഴിയുന്നു. പക്ഷേ ഇതുകൊണ്ട് തീരുന്നില്ല. ഈ വിശേഷങ്ങളുടെ കണ്ടിന്യൂവേഷനാണ് ഇനി വെബ്സൈറ്റ് ലോഞ്ച്. അതാണ് നിങ്ങൾ അടുത്തതായിട്ട് കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളും ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ അനുക്കുട്ടിയുടെ വെബ്സൈറ്റിന് വേണ്ടിയിട്ടുള്ള ഫോട്ടോഷൂട്ടിൻ്റെ ബിഹൈൻഡ് ദ സീൻസൊക്കെ നിങ്ങൾ കണ്ടിരുന്നു. അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസം ഒരാഴ്ചയും കൂടി കഴിഞ്ഞു. അപ്പോൾ അതെല്ലാം കംപ്ലീറ്റ് എഡിറ്റ് ചെയ്ത് എല്ലാ സംഭവമൊക്കെ വെബ്സൈറ്റൊക്കെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഇന്ന് വെബ്സൈറ്റിൻ്റെ ലോഞ്ച് വൈകുന്നേരമാണ്. ട്രിവാൻഡ്രം ക്ലബിനകത്തൊരു ഹാളിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഞാൻ എൻ്റെ ട്രസ്റ്റാണ്. അനു കുറച്ച് നേരത്തെ പോയി കഴിഞ്ഞു. മോളും വിഷ്ണുവും നമ്മളെല്ലാവരും കൂടി ഇപ്പം ഇറങ്ങുന്നു. ഓക്കെ, 5 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. ഇറങ്ങട്ടെ. ഹായ് പപ്ലു. അങ്ങനെ കറക്റ്റ് സമയത്ത് തന്നെ ഞങ്ങൾ ഹാളിൻ്റെ ഫ്രണ്ടിലെത്തി. ഉള്ളിലേക്ക് കടക്കുമ്പോൾ തന്നെ വലിയ സന്തോഷം തോന്നി. കാര്യം ഇൻവൈറ്റ് ചെയ്ത എല്ലാവരും വന്നിട്ടുണ്ട്. ആ ഒരു ചെറിയ ക്രൗഡാണ് ഉണ്ടായിരുന്നത്. ഇതിൽ പ്രധാനമായിട്ട് അനുക്കുട്ടിയുടെ അച്ഛനും അമ്മയും, വല്യമ്മ, വല്യമ്മയുടെ ഫാമിലി മെമ്പേഴ്സ്, പിന്നെ കസിൻ സന്ധ്യ ചേച്ചി, അങ്ങനെ കുറച്ച് ആൾക്കാരും. പിന്നെ അതുകൂടാണ്ട് പിന്നെ എൻ്റെ സൈഡിൽ നിന്ന് എൻ്റെ യങ് ബ്രദർ നാഗരാജിൻ്റെ വൈഫ് കസ്തൂരി നാഗരാജും, പിന്നെ മക്കളായിട്ടുള്ള വൈഷ്ണവി ശിവാനിയും ഉണ്ടായിരുന്നു. പിന്നെ വിഷ്ണുവിൻ്റെയും അനുവിൻ്റെയും ഫ്രണ്ട്സാണ്, കപ്പിൾ ഫ്രണ്ട്സായിട്ടുള്ള 2 ആൾ, അർജുനും ഐറനും, പിന്നെ ഗോവിന്ദ് കുറുപ്പിൻ്റെ വൈഫും. ഐറൻ ഒരു പ്രധാന മോഡലാണ് അനുവിൻ്റെ വെബ്സൈറ്റിൽ. പിന്നെ ഐശ്വര്യ, ആദർശ് ബെസ്റ്റ് ഫ്രണ്ട്സ് അവർ. പിന്നെ അതുപോലെ കാർത്തിക, ഐശ്വര്യയുടെ സിസ്റ്റർ കാർത്തിക ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ സ്വന്തം കുട്ടനോടൊപ്പം തന്നെ വിഷ്ണുവിൻ്റെ ഗ്യാങ്ങിലുണ്ടായിരുന്ന അരുൺ, അവരെല്ലാവരും വന്നിട്ടുണ്ട്. പിന്നെ പാർവതിയുടെ ഫ്രണ്ട്സ് ഗൗരിയും അർച്ചനയും ഉണ്ടായിരുന്നു. പിന്നെ അല്ലാണ്ട് കുറച്ച് ആൾക്കാർ, ഈ വെബ്സൈറ്റ് ഡിസൈനർ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ വേറെ 1-2 സുഹൃത്തുക്കളും. അങ്ങനെ എല്ലാവരും കൂടി ചേർന്ന് വളരെ ചെറിയൊരു ക്രൗഡ്, ഒരു 30-32 പേരുണ്ടായിരുന്നു, അത്രേ ഉള്ളൂ. എന്തായാലും എല്ലാവരെയും ഇവിടെ വെച്ച് കണ്ടതിൽ ഒരുപാട് സന്തോഷം തോന്നി. ഓക്കെ, എല്ലാവരും എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഐശ്വര്യമായിട്ട് നിലവിളക്ക് കത്തിച്ചുകൊണ്ട് വെബ്സൈറ്റ് ലോഞ്ചിൻ്റെ തുടക്കം കുറിക്കുന്ന ചടങ്ങാണ്. അതിന് ഒരു വലിയ താങ്ക്സ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മളെല്ലാവരും കൂടിയിരിക്കുന്നതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ വെബ്സൈറ്റ് ലോഞ്ച് തന്നെയാണ്. ശരിക്കും പവില എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ് തോന്നുന്നത് എൻ്റെ വെബ്സൈറ്റ് കണ്ടതിന് ശേഷമാണ് സത്യം പറഞ്ഞത്. അപ്പോൾ ഞാൻ ഈ പവില സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ 2018-ലാണ്. ഇപ്പോൾ ഏകദേശം 6 വർഷമാകുന്നു. അപ്പോൾ എനിക്കൊരു ബുട്ടീക്ക് ഉണ്ടായിരുന്നു, അതിൻ്റെ വർക്കിൽ. പിന്നെ ഇടയ്ക്ക് കുറച്ച് LLM ചെയ്യേണ്ടി, ഞാൻ പഠിച്ച പ്രൊഫഷൻ ഇതല്ല, പക്ഷെ എന്നാൽ പോലും എനിക്കൊരു ബ്രേക്ക് എടുത്ത് LLM ചെയ്യേണ്ടി വന്നു. അപ്പോൾ എൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ ഓരോരുത്തരും എടുത്ത് പറയുവാണെങ്കിലും തുടക്കം മുതൽ നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പം ഈ ഒരു അടുത്ത മൈസൂരിലേക്ക് പോകുമ്പോഴും നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ വേണം എന്ന് എനിക്ക് വളരെയധികം ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഓരോരുത്തരെയും വിളിച്ച് ലാസ്റ്റ് മിനിറ്റാണ് ഇത് പ്ലാൻ ചെയ്തത്. ആക്ച്വലി ഇങ്ങനെ ഒരു ലോഞ്ചിൻ്റെ കാരണം തീർച്ചയായിട്ടും നാളെ പോവുകയാണ് രാത്രി. അപ്പോൾ അതിന് മുന്നേ എനിക്കൊരു ചെറിയൊരു ലോഞ്ച് വെച്ചാൽ കൊള്ളായിരുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് വേഗം ഒരു ദിവസത്തിന് മുന്നേ ഈ ലോഞ്ച് പ്ലാൻ ചെയ്തു. ഇതെല്ലാം മോൾ ഐശ്വര്യം തന്നെയാണ് സത്യം പറഞ്ഞത്. കാരണം 2018 സ്റ്റാർട്ട് ചെയ്യുന്നു, ബൊട്ടി 2021 സ്റ്റാർട്ട് ചെയ്യുന്നു.
എല്ലാവരുടെയും പെർമിഷൻ ആൻഡ് ബ്ലെസ്സിങ്സ്. ഒരു ഡെലിവറി കഴിഞ്ഞിട്ട് ഇത് ചെയ്യാൻ അത്ര ഈസി അല്ല, പക്ഷെ എന്നാലും എല്ലാവരും എന്റെ കൂടെ നിന്നതുകൊണ്ട് മാത്രമാണ് എനിക്കത് ചെയ്യാൻ വലിയ താങ്ക്സ്. എന്റെ അച്ഛനമ്മ, ഇവിടുത്തെ അച്ഛനമ്മേനെ പറയണ്ട, എനിക്ക് എടുത്തു പറയണ്ട, എന്റെ സ്വന്തം അച്ഛനമ്മേനെ പോലെയാണ് എന്നെ സപ്പോർട്ട് ചെയ്തത്. വിഷയത്താണെങ്കിലും ഇപ്പോൾ നമുക്ക് ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഉണ്ട്. നമ്മളൊരു ഡെലിവറി കഴിയുമ്പോൾ ചെയ്യാനായിട്ട് ഒത്തിരി ഡിഫിക്കൽട്ടാണ് എല്ലാം മാനേജ് ചെയ്ത് പോകാനും ഒക്കെ. അപ്പോൾ അതിനെല്ലാം അച്ഛനും അമ്മയും എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, എൻ്റെ കസിൻ ചേച്ചി എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച്. ഈ ഒരു വെബ്സൈറ്റ് സൂപ്പറായിട്ട് നമ്മളിനി ഫുൾ ഫ്ലെഡ്ജ് ആയിട്ട് റണ്ണിങ് ആയിരിക്കും. കാര്യങ്ങളെല്ലാം എല്ലാവർക്കും ഓൺലൈനായിട്ട് ഇതിന്റെ തുടക്കം തൊട്ട് ഞാനും എല്ലാം നമ്മളെല്ലാം ഇൻവോൾവ് ആയിട്ട് ഒരു ഭയങ്കര ഹാപ്പിനെസിന്റെ ആണ് ഈ മൂവ്മെന്റ്. എന്തായാലും എല്ലാവരും ഇവിടെ വന്നതിനും സ്പെഷ്യൽ താങ്ക്സ്. എന്തായാലും ബാക്കി ഈ ടീം സ്നാക്സ് ആക്ച്വലി ഒരു തുടക്കക്കാര് ഒരു തുടക്കം മുതലേ ഈ മിഷൻ എന്റെ കൂടെ ഉള്ള ഒരു കഴിഞ്ഞു. എല്ലാവരും എന്നോട് ഒരേപോലെ നമ്മൾ പരിചയപ്പെടുമ്പോൾ ചോദിക്കുന്ന ഒരു കാര്യമാണ്, എന്ത് പഠിച്ചിട്ട് എന്തിലോട്ടാണ് പോയത്. പക്ഷെ ഞാൻ പഠിച്ചത് ഇതാണെങ്കിലും എന്നെ ഒരു പ്രാവശ്യം പോലും ചെയ്യരുതെന്ന് എന്നോട് ഒരു വാക്കും ആരും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുന്നതും. അപ്പൊ പോയി കഴിഞ്ഞാൽ ഇനി 1 month തന്നെ വരുള്ളൂ. അപ്പൊ അത്രയും ഡിലേ വരണ്ടെന്ന് വെച്ചിട്ടാണ് ഇന്ന് തന്നെ നമ്മൾ ലോഞ്ചും നടത്തിയേക്കാൻ. അനുകുട്ടി ഭയങ്കര ഇമോഷണലായി. അനുവിൻ്റെ വലിയൊരു പാഷനാണ്. അപ്പോൾ ഇവിടെ ഇതിൽ എനിക്കും ഭയങ്കര സന്തോഷം. ഐ എം സോ ഹാപ്പി ഫോർ ഹർ. ഓക്കെ, ഞാൻ ഇമോഷണലായി. വളരെ സന്തോഷം. ഈ അവസരം ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. പിന്നെ ഞാൻ ഒരു അസുഖമായിട്ടിരിക്കുന്നതുകൊണ്ട് എനിക്ക് കൂടുതൽ സഹായിക്കാനൊന്നും പറ്റില്ല. അതൊന്നും കുഴപ്പമില്ല. താങ്ക് യു.
ഒരുപാട് ആൾക്കാരൊന്നും ഇല്ല, നമ്മൾ കുറച്ച് ആൾക്കാരുള്ളൂ, എല്ലാം ഡിയർ ആൻഡ് ഡിയറാണ്. അപ്പോൾ അത് അത്രയും സ്നേഹമുള്ള ആൾക്കാർ തന്നെ കൂടെ. ഇത് ഗൗരി അച്ഛനാണ്, പാർവതിയുടെ എഞ്ചിനീയറിംഗ് കോളേജ് ഫ്രണ്ട്സാണ്, ഭയങ്കര ഇൻറ്റിമേറ്റ് ഫ്രണ്ട്സാണ്. അപ്പോൾ പാർവതിയുടെ അമ്മാവൻ നിങ്ങൾ വന്നോടുകൂടി ക്ലിയർ ആയിരിക്കും, വളരെ സന്തോഷമാണ്. ഇവരെല്ലാം നമ്മുടെ സ്വന്തം ആൾക്കാർ. അങ്ങനെ വെബ്സൈറ്റ് ലോഞ്ച് എല്ലാം കഴിഞ്ഞു. ഇതിപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഇത് ട്രിവാൻഡ്രം ക്ലബ്ബ്, അതായത് നമ്മുടെ സുബ്രഹ്മണ്യം ഹോളൊക്കെ ഇല്ലേ പുറത്ത് ഹോള് വെഡിങ്സിനൊക്കെ, അപ്പം അത് ട്രിവാൻഡ്രം ക്ലബിൻ്റെ പാർട്ടാണ്. ഇത് ട്രിവാൻഡ്രം ക്ലബിൻ്റെ അകത്തേക്ക് ഒരു വലിയൊരു പാർക്കിംഗ് ഗ്രൗണ്ട് ഉണ്ട്. അപ്പോൾ അതിൻ്റെ സൈഡിലായിട്ട് ഹോസ്പിറ്റാലിറ്റി സെൻറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു 3 ഫ്ലോർ ബിൽഡിംഗ് ആണ്. ഇതിൽ കുറേ ഹാൾസ് ഉണ്ട്, മിനി ഹാൾസ് എല്ലാം. നമുക്കിങ്ങനെ കുഞ്ഞു കുഞ്ഞു ഗ്യാതറിങ്സിനൊക്കെ പറ്റിയാണ്, ചെറിയ ഫംഗ്ഷൻസ് ഒക്കെ നടത്താൻ. ഇവിടെ തന്നെ പൂളെല്ലാം ഈ ഒരു ഹോസ്പിറ്റാലിറ്റി സെൻറ്ററിൻ്റെ ഭാഗമാണ്. സ്വിമ്മിംഗ് പൂൾ ആ സൈഡിൽ നല്ല രസമാണ്. ഇവിടെ ഈ ഒരു സ്റ്റേജിലാണ് സാധാരണ ഓണം അങ്ങനത്തെ ഫംഗ്ഷൻസ് ഒക്കെ, വലിയ വലിയ ഫെസ്റ്റിവൽ വരുമ്പോൾ വലിയ സ്റ്റേജ് ഷോ ഒക്കെ നടക്കുന്നത് ഇവിടെയാണ് കേട്ടോ. അപ്പോൾ ഈ ഗ്രൗണ്ട് അപ്പോൾ കാർ പാർക്കൊക്കെ മാറ്റിയിട്ട് അവിടെ ഫുൾ കസേരയൊക്കെ ഇട്ടുള്ള ആൾക്കാരിരിക്കുന്ന ഒരു സദസ്സായി മാറും. ഇതാണ് പൂള്, ആ ഭാഗത്ത് സ്വിമ്മിംഗ് പൂൾ. പിന്നെ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് ഇവിടെ സ്റ്റേജായി മാറും. അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം ഒരു ഓഡിയൻസിന് ഇരിക്കാനുള്ള സ്ഥലമായി വരും. പിന്നെ എന്താ പറയുക, ഇതൊക്കെയാണ് നല്ല ഗ്രീനറി, ബ്യൂട്ടിഫുൾ. ഇത് ഹോസ്പിറ്റാലിറ്റി സെൻറ്ററിൻ്റെ മുകളിൽ നമ്മൾ ആ ഹോളിലാണ് ഈ ഫംഗ്ഷൻ നടത്തിയത്. ഓക്കെ, കുഞ്ഞു കുഞ്ഞു ഫംഗ്ഷൻസൊക്കെ ഇവിടെ എളുപ്പം നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഇതുപോലെ നല്ല കാറ്റ്. പിന്നെ ഇവിടെ കോട്ടേജസും ഒക്കെ ഉണ്ട് കേട്ടോ, താമസിക്കുന്നത്. ഈ കല്യാണത്തിന് ബുക്ക് ചെയ്യുന്ന ആൾക്കാരെല്ലാം കോട്ടേജസൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഈ കുഞ്ഞു ഫംഗ്ഷൻസൊക്കെ ഇവിടെ ബുക്ക് ചെയ്തിട്ടാണ് ആൾക്കാർ, ബർത്ത്ഡേ പാർട്ടീസ്, ഇങ്ങനെ കുഞ്ഞു ഗെറ്റ് ടുഗെദേഴ്സൊക്കെ. നമ്മുടെ എൻ്റെ എന്താ പറയുക, ഞങ്ങളുടെ കിറ്റി ഗ്രൂപ്പൊക്കെ ചിലപ്പോൾ ഒക്കെ ഇവിടെ പണ്ടൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ എന്തായാലും ഫംഗ്ഷൻ വളരെ കേമായിട്ട് നടന്നു. അപ്പോൾ ഈ വെബ്സൈറ്റിലേക്ക് കയറിയാൽ മതി. നിങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിൽ, ആഭരണങ്ങൾ എന്തെങ്കിലും വാങ്ങണമെങ്കിൽ ആഭരണത്തിൻ്റെ വെബ്സൈറ്റും, പവില സാരീസിൻ്റെ ആണെങ്കിൽ ആ കളക്ഷനൊക്കെ കാണാനായിട്ട് അതിനകത്ത് പ്രൈസും എല്ലാ കാര്യങ്ങളും ഉണ്ടാവും, നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് വാങ്ങാം. അപ്പോൾ അതാണ് ഈ ഒരു വെബ്സൈറ്റ് കൊണ്ടുള്ളൊരു പ്രത്യേക ഗുണം. അപ്പോൾ എന്തായാലും ഈ ഫംഗ്ഷൻ അതിൻ്റെ തുടക്കം മുതൽ ആ ഫോട്ടോസ് എടുത്തത് മുതൽ ഉള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അനുകുട്ടിക്കൊരു ഇതൊരു നല്ല ഒരു പാഷനായിട്ട് അനുകുട്ടി ഇത് ആഗ്രഹിച്ച് കഴിഞ്ഞ ഒരു 6 വർഷമായിട്ട് ഇങ്ങനെ ഒരു ക്ലോത്തിങ് ലൈനിൽ തന്നെയാണ്. ഇപ്പോൾ ഈ ആഭരണവും കൂടി അതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്തു. 2 വെബ്സൈറ്റാണ് സെപ്പറേറ്റ് ആയിട്ട്. അപ്പോൾ എന്തായാലും എല്ലാവിധ ആശംസകളും ഞങ്ങളെല്ലാവരും അനുകുട്ടിക്ക് നേർന്നു കൊടുക്കുകയാണ്. ഓൾ ദ ബെസ്റ്റ് ഫോർ അനുകുട്ടീസ് ദിസ് ഒരു എന്താ പറയുക ബിസിനസ്സിന് വേണ്ടിയിട്ട്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. സർജറി എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പബ്ലിക് ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുന്നത് ആദ്യത്തെ പബ്ലിക് ഫംഗ്ഷൻ ആണെന്നും പറയാം, അങ്ങനെയും പറയാം. ഇത് ഇന്ന് അറ്റൻഡ് ചെയ്ത് എല്ലാം കൂടി ഒരു 32 പീപ്പിളാണ്. എല്ലാം തന്നെ അടുത്ത ബന്ധുക്കളും അടുത്ത സുഹൃത്തുക്കളും മാത്രം. ഒരുപാട് പേരെ വിളിച്ച് ബുദ്ധിമുട്ടിച്ചില്ല. ബന്ധുക്കളെയൊക്കെ കുറേ വിളിക്കാനുണ്ട് അങ്ങനെയാണെങ്കിൽ, പക്ഷെ അങ്ങനെ വലിയ ഇലാബറേറ്റ് ആക്കണം എന്നില്ലായിരുന്നു. അവരെയും ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ വളരെ കുറച്ച് അനുവിൻ്റെ സൈഡിൽ നിന്നും നമ്മുടെ സൈഡിൽ നിന്നൊക്കെ അത്രയും ഒരു ഫ്യൂ ക്രൗഡ് മാത്രമേ ഉണ്ടായിരുന്നു. അപ്പോൾ സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ലോഗ്സ്. ലവ് യു ഓൾ.